എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും മനസ്സിന് അടിയറവ് പറഞ്ഞുകൊണ്ട് മാധവിലെ ലയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ഒരമ്മയാകും എന്ന് മാധവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോയി. പ്രസവിച്ചതുകൊണ്ട് അമ്മയാവില്ല എന്ന് ആർക്കും അറിയാത്തില്ലാത്തത് കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ട അമ്മയ്ക്കും വേദനിക്കും ഇല്ലേ? വേദനിക്കില്ലേ? വേദനിക്കും. പക്ഷേ നിങ്ങൾ നൊന്ത് പ്രസവിച്ച മക്കളെ വേദനിപ്പിക്കുക മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. എൻ്റെ മനസ്സിൽ സ്ഥാനമില്ലാത്ത നിങ്ങൾക്ക് ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ സ്ഥാനം തരും? നിങ്ങൾക്ക് വലിയൊരു വീടുണ്ട്. മനസ്സിനെ കോട്ടായെന്നാ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ ഈശ്വരേട്ടനെ വിശേഷിപ്പിച്ചത്. ഇവിടെ വിൽക്കാനുള്ള മോഹം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. മോളെ പ്ലീസ് പറ മോളെ, എന്നെ ഇവിടെ നിർത്താൻ പറ എന്നൊക്കെ മനസ്സിന് പറഞ്ഞപ്പോഴേക്കും ലയ പറഞ്ഞു, അതെ ഇവിടെ ഇപ്പോൾ ഒരു വെളിച്ചമുണ്ട്, അത് ഇല്ലാതാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേട്ടല്ലോ? എന്നാൽ പിന്നെ നിങ്ങൾ ചെല്ല. സ്വന്തം പെറ്റമ്മ എന്നെ ഇറക്കി വിടുന്നത്. നാളെ നിനക്ക് വരാൻ പോകുന്നതും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. അമ്മ എങ്ങനെയാണോ എൻ്റെ മക്കളെ കണ്ടത്, അമ്മയുടെ മക്കളെ കണ്ടത്, അതുപോലെ തന്നെ ഞാനും എൻ്റെ മക്കളോട് ചെയ്താൽ അങ്ങനെ ഞങ്ങൾക്ക് വരുള്ളൂ. വിതച്ചതേ കൊയ്യൂ. അമ്മയ്ക്ക് പോകാം. അത് പറയാനായിട്ട് എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. അമ്മയ്ക്ക് പോകാം. മടിക്കണ്ട, ശപിച്ചിട്ട് തന്നെ പൊക്കോ. അത് കേൾക്കാനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും ലയ ഒരുമാതിരി ആക്കി ചിരിക്കുകയാണ്. മനസ്സിനെയാണെങ്കിൽ കരഞ്ഞ് താകെ തളർന്ന് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും മാധവ് പറഞ്ഞു, ഒന്ന് നിന്നവിടെ. അപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാനാണ് എന്ന് മനസ്സിന് വിചാരിച്ചു. ലയോ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാധവ് പറഞ്ഞു, അതേ ഈ കൊണ്ടുവന്നതൊന്നും എനിക്ക് വേണ്ട. കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ, കൊണ്ടോക്കോ. വാങ്ങിയില്ലെങ്കിൽ ഞാനിത് ഗേറ്റിന് പുറത്തേക്ക് വലിച്ചെറിയും. ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു, ഒരു മാറ്റവും എന്ന് പറഞ്ഞുകൊണ്ട് ലയ അകത്തേക്ക് കയറി പോവാണ്. പിന്നെ കാണിക്കുന്നത് ഇഷിതയുടെ വീടാണ് കേട്ടോ. ഇഷിതയുടെ, അതായത് നമ്മുടെ മഹേഷിൻ്റെയൊക്കെ വീട്. കൊച്ചു കിടന്ന് കരയുന്ന കണ്ടിട്ട് ആദ്യം കൊച്ചിൻ്റെ അരിയിലേക്ക് വന്നതാണ്. ഇഷിതാമ്മ നൂറിലേക്ക് പോയി എന്നാണ് തോന്നുന്നത്. കുഞ്ഞാവ കരയുന്നു എന്ന് നോക്കാൻ ആരുമില്ലേ? കുഞ്ഞ് കരഞ്ഞാൽ ചിപ്പി ഓടി വരുന്നതാണല്ലോ. ചിലപ്പോൾ ഇഷിതമ്മയുടെ കൂടെ അവളും പോയിട്ടുണ്ടാവും. അച്ഛമ്മ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ആദ്യം ഇങ്ങനെ നോക്കുകയാണ്. കൊച്ചാണെങ്കിൽ കരയുന്നുകൊണ്ട് ഇനി എന്ത് ചെയ്യും? പതുക്കെ കൊച്ച് എൻ്റെ അരികിലേക്ക് ആദ്യം വന്നു. തൊട്ടിയിലേക്ക് തൊടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കോടതിയിൽ വെച്ച് താൻ ക്രിമിനൽ മൈൻഡുള്ള കുട്ടിയാണ് എന്ന് ആകാശ് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരികയാണ് കേട്ടോ ആദിക്ക്. എന്തായാലും പതുക്കെ അവൻ തലയൊന്ന് കുടഞ്ഞതിന് ശേഷം കുഞ്ഞാവേ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് തൊട്ടിയെ ആട്ടിക്കൊടുക്കുക. വാവോ വാവോ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് അങ്ങനെ തൊട്ടി കിടന്ന് പതുക്കെ ആട്ടി കുഞ്ഞിനെ ആദ്യം ഉറക്കിയതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്താണ് ഇഷിത കയറി വരുന്നത്. ഇഷിത കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം കണ്ടില്ല കേട്ടോ ഇഷിത വരുന്നത്. ആദിക്ക് എന്തൊക്കെയാണ് പ്രശ്നമുള്ളത് എന്ന് ആകാശ് പറഞ്ഞതൊക്കെ ഇഷിതയുടെ മനസ്സിലൂടെ കടന്നു പോവുക. ഒരു പേടി ഇഷിതയുടെ മനസ്സിലുണ്ട്. ഓടി തൊട്ടിക്കരികിലേക്ക് ചെന്ന് കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ്. കുഞ്ഞിന് ശ്വാസം ഉണ്ടോ എന്ന് പോലും നോക്കിപ്പോയി ഇഷിത. ആദ്യം എന്തിനായിരിക്കും ആരുമില്ലാത്ത സമയത്ത് റൂമിലേക്ക് വന്നത്? കുഞ്ഞുണർന്ന് കരഞ്ഞ് കാണുമോ? ഞാനും ചിപ്പി നൂറിലേക്ക് പോകുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അല്ല അമ്മ എവിടെ പോയി എന്നൊക്കെ ഇഷിത ഇങ്ങനെ ആലോചിക്കുക. ആദ്യം ഇറങ്ങിപ്പോയത് പുഞ്ചിരിച്ചുകൊണ്ട് ആയിരുന്നല്ലോ. ആകാശ് പറയുന്നതിൽ സത്യമുണ്ടോ? ക്രിമിനൽ മൈൻഡ് ഉണ്ടോ ആദിക്ക്? അതാണോ പുറത്ത് വരുന്നത്? സാഹചര്യം ഒത്തു വരുമ്പോഴാണോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ ഇഷിത. ഇഷിതക്കാണെങ്കിൽ ആകെ പാനിക്കായ ഒരു അവസ്ഥയിലാണ് ഇഷിത ആലോചിക്കുന്നത്. ഇഷിതയ്ക്കാണെങ്കിൽ ഇത് ആരോട് പറയണമെന്നറിയാത്തൊരവസ്ഥയാണ്. എന്തായാലും വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് വന്നു. മഹേഷ് ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇഷിതയും ചെന്നു. എന്ത് പറ്റി? അകത്ത് ലാപ്പിൽ ജോലിയായിരുന്നല്ലോ. എന്ത് പറ്റി? കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ആകെ മടുപ്പ്. മോള് സുഖം പിടിച്ചോ? ഉറങ്ങുക. ഉടനുമ്പോൾ നമുക്കെടുത്ത് ബെഡിൽ കിടത്താം. അപ്പോൾ ഇഷിതയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് മഹേഷിന് തോന്നി. എന്തെങ്കിലും പറയാനുണ്ടോ? മോളുമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദിവസം ആകാശ് മേനോൻ എന്നെ വിളിച്ചിരുന്നു. വേറൊരു നമ്പറിൽ നിന്നാണ് വിളിച്ചത്. എന്നിട്ട് താൻ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? എന്തിന്? ഭാര്യ വിളിച്ചു എന്ന് പറഞ്ഞ് വഴക്കിന് പോകാനോ? അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അല്ല, അവൻ എന്താ ഇഷിതയോട് പറഞ്ഞത്? മറച്ചു വെക്കാതെ പറഞ്ഞേ. ഒരു ഉപദേശം തരാനാണ് വിളിച്ചത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടാന്ന്. ഇഷിത, താനൊന്ന് തെളിച്ച് പറ. ആദിയെക്കുറിച്ച് തന്നെയാണ് ആകാശ് മുന്നറിയിപ്പ് തന്നത്. ആദിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് ആകാശ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇളയ കുഞ്ഞിനോട് സ്നേഹവും പരിഗണനയും കൊടുത്താൽ അത് അവന് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, അർഹിക്കുന്ന അവജ്ഞയോടെ തനിക്കത് തള്ളിക്കളയത്തില്ലായിരുന്നോ? ഞാൻ അങ്ങനെ തന്നെയാണ് ഷൗട്ട് ചെയ്ത് തന്നെയാണ് ആ ഒരു ചർച്ച അവസാനിപ്പിച്ചത്. പിന്നെ തനിക്ക് ഇപ്പം എന്താ അങ്ങനെ തോന്നാനായിട്ട്? ഇപ്പോൾ ഒരു കാരണമില്ലാതെ താൻ ഈ വിഷയം പറയില്ലല്ലോ. ഞാൻ അതേപ്പറ്റി ഓർത്തന്നേ ഉള്ളൂ എന്ന് ഇഷിത പറഞ്ഞപ്പം അല്ല, തൻ്റെ മനസ്സൊട്ടും ശാന്തമല്ല. ആദിയിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായോ
ഏ ആകാശിൻ്റെ മുനവെച്ച വാക്കുകൾ ഇപ്പോഴാണ് തൻ്റെ മനസ്സിൽ കൊണ്ടത് അല്ലേ? അതുകൊണ്ടല്ലേ എന്തിനാണ് എന്നിൽ നിന്ന് ഓരോന്നും മറച്ചു വെക്കുന്നത്? ഇല്ല, ആദ്യം ഞാൻ ഒരിക്കലും മറ്റൊരു കണ്ണിൽ കാണില്ല, അവനെ സംശയിക്കുകയില്ല, അവനെ അപവാദം പറയുകയോ അവൻ കുഞ്ഞിൻ്റെ അരികിൽ വന്നാൽ സംശയദൃഷ്ടിയോടെ കാണുകയോ ചെയ്യില്ല എന്നൊക്കെ ഇഷിത പറഞ്ഞപ്പോൾ താൻ ചുറ്റിക്കെട്ടാതെ കാര്യം പറ. നമ്മുടെ റൂമിൽ മറ്റാരും ഇല്ലാത്തപ്പോൾ ആദ്യം മോനെ കാണാൻ വന്നു കാണും അല്ലേ? അവൻ വന്നപ്പോൾ താൻ എവിടെയായിരുന്നു? ഞാൻ ചിപ്പി നൂറിലേക്ക് പോരുന്നു. അച്ഛന് തലച്ചുറ്റൽ വന്നപ്പോൾ ഞങ്ങൾ കാണാൻ പോയതാണ്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, മോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയത്. ഞാൻ വന്നപ്പോൾ ആദ്യം ഒരു ചിരിയോടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കണ്ടത്. അവൻ എന്നെ ശ്രദ്ധിക്കുകൂടി ചെയ്യാതെ പോയത്. റൂമിൽ നിന്ന് ഇറങ്ങുന്ന ആരും കാണേണ്ടതാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അവൻ മറ്റൊരു ലോകത്തായിരുന്നു. നിന്നെ കണ്ടപ്പോൾ വന്നു അവൻ പോയതല്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെ കരുതാൻ തന്നെയാണ് എനിക്കിഷ്ടവും. അല്ല, അമ്മ ഇവിടെ ഇല്ലായിരുന്നോ? അമ്മയെ ഞാൻ നോക്കി, അപ്പോൾ അമ്മ കിച്ചണിലുണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ അമ്മ കിച്ചണിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് കരഞ്ഞിട്ടാണ് ആദ്യം അവിടെ വന്നിട്ടുണ്ടാകുമെങ്കിൽ കുഞ്ഞ് കരഞ്ഞാൽ ആദ്യം വരേണ്ടത് അമ്മയായിരുന്നില്ലേ? അപ്പോൾ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തിനായിരിക്കും വന്നത്? കുഞ്ഞിനെ കാണാനായിരിക്കും അല്ലേ മഹേഷ് എന്നൊക്കെ ഇഷിത ചോദിക്കുകയാണ്. എന്തായാലും അവനും അറിയാമല്ലോ ആകാശ് അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് അവനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പെട്ടെന്ന് കുഞ്ഞാവി ഒന്ന് കാണണമെന്ന ആഗ്രഹം എങ്ങനെ ഉണ്ടാവാനാ? അല്ല, എന്താ ഇപ്പം മഹേഷ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് അവനോട് ചോദിക്കാം. മഹേഷ് അത് വേണോ? ചോദിക്കേണ്ട രീതിയിൽ ഞാൻ ചോദിച്ചോളാം. റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഇഷിത കണ്ടതല്ലേ? മഹേഷ് ഇക്കാര്യം ആദ്യയോട് ചോദിക്കരുത്. അവൻ മറ്റൊന്നും വിചാരിക്കാതെ പോകുന്ന പോക്കിൽ കുഞ്ഞിനെ കാണാൻ കയറിയതാണെങ്കിൽ അവൻ്റെ മനസ്സ് വല്ലാണ്ട് വേദനിക്കും. അത് സഹിക്കാൻ പറ്റില്ല എനിക്ക്. മഹേഷ് വാ. താൻ പൊക്കോ, ഞാൻ വരാം. അങ്ങനെ ഇഷിത കയറിപ്പോയി. എന്തായാലും മഹേഷ് ആദ്യയുടെ റൂമിലേക്ക് കയറി ചെല്ലാണ്. ആദ്യം ഉറക്കമായിരുന്നു. അരികിൽ ആരോ ഇരിക്കുന്നത് അറിഞ്ഞ് പെട്ടെന്ന് ആദ്യം കണ്ണ് തുറന്ന് നോക്കിയപ്പോഴേക്കും മഹേഷ്, എന്താ ഡാഡി? സമയം ഒരുപാടായല്ലോ, ഇതെന്ത് പറ്റി? ഞാൻ വെറുതെ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. അല്ല, എന്തോ ഡാഡിക്ക് എന്നോട് പറയാനുണ്ട്. ഒരു കാര്യമില്ലാതെ ഡാഡി ഈ സമയത്ത് വരില്ല എന്ന് എനിക്കറിയാലോ. എന്താ, എനിക്ക് എൻ്റെ മോനെ കാണാൻ വന്നൂടെ? കാര്യമൊന്നുമില്ലെങ്കിൽ ഡാഡി എന്നെ വിളിച്ചുണത്തില്ല, കണ്ടിട്ട് പോവത്തല്ലേ ഉള്ളൂ. ഡാഡി പറയാൻ മടിക്കണ്ട, പറഞ്ഞോ, എന്താ കാര്യം? ഡാഡി എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷമവും ആവില്ല. നിന്നെ വിഷമപ്പെടുത്താനൊന്നും അല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഞാൻ പറയുമോ? അല്ല, ഡാഡിയുടെ മുഖം കാണുമ്പോൾ അറിയാം എന്തോ കാര്യമുണ്ടെന്ന്. അത് മറ്റൊന്നുമല്ല, ആകാശ് ഇപ്പോഴും നിന്നെക്കുറിച്ച് ഓരോന്നും പറഞ്ഞു നടക്കുക. നിനക്ക് ചിപ്പിമോളെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നും ഇഷിതയുടെ കുഞ്ഞിന് നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അസൂയാണെന്നൊക്കെ. അപ്പോഴേക്കും ആദ്യം ചോദിച്ചു, അത് ഇഷിതാമ്മയുടെ കുഞ്ഞ് മാത്രമാണോ? എന്തായാലും ഇഷിതാമ്മയുടെ കുഞ്ഞിനോട് എനിക്ക് അങ്ങനെ തോന്നേണ്ട കാര്യം എന്താ ഉള്ളത്? ഡാഡി പറ. ഞങ്ങളുടെ അനിയത്തിയല്ലേ? മമ്മിക്ക് ആകാശങ്കൾ പറയുന്നതാണ് ശരി, അയാൾ പറയുന്നത് ശരിയല്ല എന്ന് ഡാഡിക്കറിയില്ലേ? അപ്പം നീ ഇങ്ങനെയൊന്നും പറയല്ലേ. അല്ല, ഡാഡി ഈ സമയത്ത് ചോദിക്കാനുള്ള കാരണം ഉറക്കം വരാത്തപ്പോഴല്ലേ ഡാഡി എൻ്റെ അടുത്തേക്ക് വന്നത്? എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും മഹേഷ് പതുക്കെ കട്ടിൽ എഴുന്നേറ്റു. ആകാശ് എന്നോടും ഫോണിൽ വിളിച്ച് ഇഷിതയോടും പറയുന്നത് നിൻ്റെ മനസ്സിൽ നീ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ്. നിനക്ക് കുഞ്ഞാവയെ നുള്ളി നോവിക്കാൻ പോലും കഴിയില്ല എന്ന് എനിക്ക് ഇഷിതയ്ക്കും അറിയാം. പക്ഷെ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സ് തകർന്ന് പറയുക. അല്ല, ഡാഡിയോടും ഇഷിതാമ്മയോടും ഇത് പറഞ്ഞത് നിങ്ങൾക്കാരും അല്ലാത്ത ഒരാളല്ലേ? നിങ്ങളെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ഒരാളല്ലേ? അയാൾ പറഞ്ഞപ്പോൾ ഡാഡിക്ക് പേടിയായോ, സങ്കടമായോ? ഡാഡി ഇത് വന്നതിനോട് ചോദിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സങ്കടം ഡാഡി ഓർത്തില്ലല്ലോ. നീ ഡാഡിയോട് ക്ഷമിക്കടാ. സാരല്ല ഡാഡി, എനിക്ക് മനസ്സിലാകും, എനിക്ക് വിഷമമൊന്നുമില്ല. ഡാഡി ധൈര്യമായിട്ട് ഇഷിതാമ്മയോട് പോയി പറഞ്ഞോ, ഇനി കുഞ്ഞാവൻ്റെ അടുത്തേക്ക് ഞാൻ പോവില്ല, ഞാൻ ദൂരെ നിന്നോളാം. എന്നെ ഓർത്ത് ഒരു പേടിയും ഡാഡിക്കും ഇഷിതാമ്മയ്ക്കും വേണ്ട. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരെയും അവരവരുടെ സ്ഥാനത്ത് കാണാനായിട്ട് എനിക്ക് പറ്റും ഡാഡി. ചിപ്പിക്ക് എൻ്റെ മനസ്സിൽ ഏതാണോ സ്ഥാനം അതുതന്നെയാണ് കുഞ്ഞാവയ്ക്കും. അവളും എൻ്റെ അനിയത്തിയാണ്. കുഞ്ഞാവയോട് എനിക്കൊരു അസൂയയില്ല. ഡാഡി ഇഷിതാമ്മയും കുഞ്ഞാവയ്ക്ക് കൂടുതൽ സ്നേഹം കൊടുത്താൽ ഞാൻ എന്തിനു അസൂയപ്പെടണം? ചിപ്പി ജനിച്ചപ്പോൾ ഞാനും കണ്ടതല്ലേ ചിപ്പിക്ക് കൂടുതൽ സ്നേഹം ഡാഡിയും മമ്മിയും കൊടുക്കുന്നത്. അന്ന് ഞാൻ എന്തെങ്കിലും നീരസം കാണിച്ചോ? അസൂയപ്പെട്ടോ? അവൾക്ക് നിങ്ങൾ അന്ന് കൊടുത്ത സ്നേഹം ഇപ്പോൾ കുഞ്ഞാവയ്ക്കും കിട്ടുന്നു. അല്ല, അവരെക്കാൾ കൂടുതൽ സ്നേഹം കിട്ടിയത് എനിക്കായിരുന്നില്ലേ? ഡാഡിയുടെയും മമ്മിയുടെയും ആദ്യത്തെ കുഞ്ഞ് ഞാനല്ലേ? എല്ലാം സത്യമാണ്. എപ്പോഴും ഇളയ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം തന്നെയാണ് മുതിർന്ന കുട്ടിയോടും കിട്ടിയിട്ടുള്ളത്. അല്ല, ഡാഡി ഇത് മോനോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. ഡാഡിയുടെ ആവശ്യമില്ലാത്ത ഉത്കണ്ഠയായിട്ട് നീ കണ്ടാൽ മതി. നാളെ നിൻ്റെ മനസ്സിൽ ഇതുണ്ടാവരുത്.
ഡാഡി പോയി സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് വാ. ഡാഡിക്ക് എന്നെ ഓർത്ത് ഒരു പേടിയും വേണ്ട. നിൻ്റെ മനസ്സ് വേദനിച്ചു എന്ന് എനിക്കറിയാം. ഇല്ല, ഡാഡി പറഞ്ഞത് ഞാൻ മനസ്സ് വെക്കില്ല. എനിക്ക് പഠിച്ചൊരു ജോലി നേടണം. എൻ്റെ മനസ്സിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആരും എന്നെ ഓർത്ത് പേടിക്കണ്ട. മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആരെന്ത് പറഞ്ഞാലും അതോർത്ത് വിഷമിച്ച് സമയം കളയാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ആകെ സങ്കടപ്പെട്ട് കണ്ണ് നിറഞ്ഞ് പറയുക, ഡാഡി ചെല്ല്. സ്വരമൊക്കെ ഇടറിയാണ് പറയുന്നത്. മഹേഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം പൊട്ടിക്കരയാണ്. ഞാൻ തെറ്റ് ചെയ്തു, കുഞ്ഞാവയുടെ അടുത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാവം കൊച്ചിൻ്റെ സങ്കടം. ഒന്നാമത് ടീനേജ് ആ ഒരു പ്രായത്തിൽ ശരിക്കും കൊച്ചനുഭവിക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. തെറ്റായിപ്പോയി ഞാൻ കുഞ്ഞാവയുടെ അടുത്തേക്ക് പോയത് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സങ്കടപ്പെടുന്നത്. എന്തായാലും പിറ്റേ ദിവസം ആദ്യയുടെ മുഖത്ത് ആ സങ്കടം തന്നെയുണ്ട്. ആദ്യേട്ടൻ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണല്ലോ, വാ ആദ്യേട്ടാ നമുക്ക് പാർക്കിൽ പോയി കളിക്കാം എന്ന് ചിപ്പിമോള് പറഞ്ഞു. നീ ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇല്ല ആദ്യേട്ടാ, ആദ്യേട്ടൻ്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ട്. എന്നോട് പറ ആദ്യേട്ടാ. നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ആദ്യേട്ടൻ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന വിഷമം കൂടുകയല്ലേ ഉള്ളൂ. പറ ആദ്യേട്ടാ. നീ ആരോടും പറയില്ല എന്ന് പ്രോമിസ് ചെയ്യുമോ? പ്രോമിസ്. ഇനി പറ. ഇന്നലെ രാത്രി ഡാഡി റൂമിൽ വന്നു, ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അല്ല, ഡാഡി അങ്ങനെ ചോദിച്ചോ? ഇനി ഡാഡി എന്നോടും അങ്ങനെ ചോദിക്കുമോ? നിന്നോട് ചോദിക്കില്ല. ഡാഡി ഞാൻ തെറ്റ് പറയില്ല. ഡാഡിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭാരം തോന്നാൻ കാരണമേ അയാളാ. ആകാശങ്ങൾ അയാൾ എന്നെക്കുറിച്ച് പറഞ്ഞു പരത്തിയ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വന്ന കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന അങ്കിള് കോടതി പറഞ്ഞായിരുന്നു. ഡാഡിയോട് ഇന്ന് അയാൾ വീണ്ടും അത് പറഞ്ഞിട്ടുണ്ടാകും. അല്ല, ആ ദുഷ്ടം പറയുന്ന ഡാഡി എന്തിനാ വിശ്വസിക്കുന്നത്? ഡാഡിയുടെ മോനല്ലേ ആദ്യേട്ടൻ എന്നൊക്കെ ചിപ്പി ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. സിയോക്കി, താങ്ക് യു.